അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ്. എ മിറാക്കുലസ് എസ്കേപ്പ്. നമസ്കാരം. കൊല്ലം നെടുങ്ങോലം അമ്മാരത്തുമുക്കിൽ പാറയിൽക്കാവിലുള്ള ഓമനയമ്മ എന്ന വൃദ്ധയായ അമ്മയാണ് വലിയ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഡ്രൈവർ സീബ്ര ലൈൻ പാസ് ചെയ്തോ? ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടോ? വാഹനം മുമ്പോട്ടെടുത്തതിന് ശേഷമാണ് ആ അമ്മ ക്രോസ് ചെയ്തത്. അതും ബസിന്റെ സൈഡിൽ കൂടി, ബസിന്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടി കടന്നു മുമ്പിലെത്തി. അത് റോഡിന്റെ സീബ്ര ലൈൻ ആയതുകൊണ്ട് ഡ്രൈവർ എങ്ങനെ തെറ്റുകാരനാവും? ഇനി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടത്. എല്ലാവരും ശ്രദ്ധയോടെ. ഒരു നിമിഷം, ഒരു ജീവൻ, ഒരു തിരിച്ചുവരവ്. റോഡ് ക്രോസ് ചെയ്യുന്ന ആ അമ്മയ്ക്ക് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ വാഹനം മാത്രമാണ്. അവർക്കറിയില്ല അവർ നിൽക്കുന്നത് ഡ്രൈവറുടെ ബ്ലൈൻഡ് സ്പോട്ടിലാണെന്ന്. കാരണം ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. റോഡ് മുറിച്ച് കടക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഡ്രൈവർ ബസ് മുന്നോട്ടിടും. ഒരു നിമിഷം എല്ലാവരുടെയും ഹൃദയം നിശ്ചലമായി. ആ അമ്മ ബസിന്റെ താഴേക്ക് പതിച്ചു. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം അവിടെ സംഭവിച്ചു. അവർ വീണത് ബസിന്റെ രണ്ട് വശങ്ങളിലെയും ടയറുകൾക്കിടയിലെ സ്പേസിലായതുകൊണ്ട് ജീവൻ തിരികെ ലഭിച്ചു. ഇതൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ആ അത്ഭുതം സംഭവിക്കണമെന്നില്ല. ഓർക്കുക, ബസിന്റെ തൊട്ടു മുൻപിലൂടെ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. കാരണം ഡ്രൈവർക്ക് ഒരിക്കലും നിങ്ങളെ കാണാൻ കഴിയണമെന്നില്ല. ബ്ലൈൻഡ് സ്പോട്ട് ഒരു നിശബ്ദ കൊലയാളിയാണ്. എല്ലാവരുടെയും അറിവിലേക്കുള്ള ഒരു ബോധവൽക്കരണത്തിനുള്ള ശ്രമമാണ് പെരിനാട് ന്യൂസ് ഇവിടെ നൽകുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ ഒരു ചെറിയ ജാഗ്രത ഒരു വലിയ ജീവൻ രക്ഷിക്കും. റോഡ് സേഫ്റ്റി ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഒരു ഡ്രൈവറുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് ഡ്രൈവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ മിററിൽ കൂടിയോ കാണാൻ പറ്റാത്ത ഭാഗങ്ങളാണ്. ഈ വശത്ത് ആളുകളോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, ബസിന്റെ മുന്നിൽ 2 മുതൽ 3 മീറ്റർ വരെ. ബസിന്റെ ഇടതുവശം ഇത് ഏറ്റവും അപകടകരമായ ബ്ലൈൻഡ് സ്പോട്ടാണ്. പ്രത്യേകിച്ച് ബസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ബൈക്ക്, സൈക്കിൾ. ബസിന്റെ വലതുവശം ഡ്രൈവർക്ക് മിറർ ഉണ്ടെങ്കിലും അടുത്തായി നിൽക്കുമ്പോൾ കാണില്ല. ബസിന്റെ പിന്നിൽ പൂർണ്ണമായും ബ്ലൈൻഡ് സ്പോട്ടാണ്. റിയർ വ്യൂ മിറർ കൊണ്ട് പൂർണ്ണമായും കാണാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു വാഹനത്തിന്റെ തൊട്ടു മുൻവശവും ഏറ്റവും അടുത്ത ഇടതുവശവും വലതുവശവും തൊട്ടു പിന്നിലും ബ്ലൈൻഡ് സ്പോട്ട് ആണെന്ന് മനസ്സിലാക്കുക. ബസ്സിനോട് വളരെ ചേർന്ന് ബൈക്കോ സൈക്കിളോ ഒരു കാരണവശാലും ഓടിക്കരുത്. അതുപോലെ ഓരോ ഡ്രൈവർമാരും നിർബന്ധമായും പാലിക്കേണ്ട ഒന്നാണ് സേഫ് ഡിസ്റ്റൻസ്. കാരണം കേരളത്തിലെ ഓരോ റോഡുകളിലും ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പെരിനാട് ന്യൂസ് ഓരോ ഡ്രൈവർമാരോടും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് ജീവൻ രക്ഷിക്കുന്ന സേഫ് ഡിസ്റ്റൻസ് എന്ന പാഠഭാഗം നിങ്ങളെ ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ? കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? എങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കാം, എങ്ങനെ പാർക്ക് ചെയ്യാം, എങ്ങനെ ടെസ്റ്റ് പാസ്സാകാം. ഇതുമാത്രം പഠിപ്പിച്ചാൽ പോരാ. മുന്നിലുള്ള വാഹനവുമായിട്ട് എത്ര സെക്കൻഡ് ദൂരം വേണം, എത്ര മീറ്റർ ദൂരം വേണം, എങ്ങനെ സേഫ് ഡിസ്റ്റൻസ് പാലിക്കാം. കാരണം ചെറിയ ഒരു അശ്രദ്ധ പോലും വിലപ്പെട്ട പല ജീവനുകളും എടുത്തു കളയും. ഇത് പലപ്പോഴും പഠിപ്പിക്കുന്നില്ല. ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം. കാരണം ഒരു സഡൻ ബ്രേക്ക് മതി ഒരു വലിയ അപകടമുണ്ടാകാൻ, ഒരു കുടുംബ അനാഥമാകാൻ. ഇതിൽ ആർക്കാണ് ഉത്തരവാദിത്വം? ഡ്രൈവിംഗ് സ്കൂളുകൾക്ക്, ലൈസൻസ് നൽകുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്. ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് സേഫ് ഡിസ്റ്റൻസ് എന്ന പാഠഭാഗം കൃത്യമായി കർശനമായി പഠിപ്പിക്കുക.
അത് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുക, അത് മനസ്സിലാക്കിയവർക്ക് മാത്രം ലൈസൻസ് നൽകുക. ഈ ലൈസൻസ് എന്ന് പറയുന്നത് വെറും ഒരു കാർഡ് മാത്രമല്ല, അതൊരു പ്രതിജ്ഞയാണ്, ഒരു ജീവന്റെ ഒരു പ്രതിജ്ഞയാണ്, ഒരു ഉത്തരവാദിത്വമാണ്, ജീവരക്ഷയ്ക്കായിട്ടുള്ള ഒരു കാർഡാണ്. കൊറോണ സമയത്ത് നമ്മൾ കേട്ടു പഴകിയ ഒരു വാക്കാണ് സേഫ് ഡിസ്റ്റൻസ് എന്നത്. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അകലം പാലിച്ചിരുന്നു. എന്നാൽ വാഹനം ഓടിക്കുമ്പോഴും ജീവരക്ഷയ്ക്കായിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവരണം, പ്രായോഗികമാക്കണം. വാഹനം ഓടിക്കുമ്പോൾ 2 seconds റൂൾ പാലിക്കണം. അതായത് മുന്നിലുള്ള വാഹനവുമായി കുറഞ്ഞത് 2 സെക്കൻഡ് സമയം ദൂരം നിലനിർത്തണം. അതിനുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം കിട്ടും. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ അല്ലെങ്കിൽ സാധാരണ ഡ്രൈവറുടെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് 1.5 സെക്കൻഡ് വരെയാണ്. ഒരു ഡ്രൈവർ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടാൻ 1.5 സെക്കൻഡ് വരെ എടുക്കും. ബ്രേക്ക് പ്രവർത്തിക്കാൻ സമയമെടുക്കും. ബ്രേക്ക് അമർത്തിയാൽ ഉടൻ വാഹനം നിൽക്കില്ല. ഇവിടെയാണ് 2 seconds റൂൾ. ഉദാഹരണത്തിന് മുമ്പിലുള്ള വാഹനം ഒരു പോസ്റ്റ് കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലെണ്ണുക 1, 2. അത് കഴിഞ്ഞ് മാത്രമേ ആ പോസ്റ്റ് നമ്മൾ കടക്കാൻ പാടുള്ളൂ. ഇതാണ് 2 seconds റൂൾ. ഇത് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും, ജീവൻ നിലനിർത്തും. കൊറോണയിൽ നമ്മൾ പഠിച്ച പാഠം ഇവിടെയും പ്രാവർത്തികമാക്കുക. 2 seconds റൂൾ. സ്റ്റേ സേഫ്, സ്റ്റേ അലൈവ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും കുടുംബ കൂട്ടായ്മകളിലും പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനകൾ, ചാരിറ്റി സംഘടനകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓർക്കുക, ഡ്രൈവർമാർക്ക് മാത്രം പോരാ ട്രാഫിക് നിയമങ്ങൾ. കാൽനടയാത്രക്കാർക്ക് അപകടമില്ലാതെ സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുന്നതിനും ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും സ്കൂൾ തലം മുതൽ ഇത് പഠിപ്പിക്കണം, ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. കൂടാതെ കുടുംബശ്രീ യൂണിറ്റുകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, വാട്സപ്പ് കൂട്ടായ്മകളിൽ തുടങ്ങിയവയിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കുക.